ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് ഫൈനൽ ഇയർ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സിമ്പിളായിട്ട് റെഡിയായി, കാരണം നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമ്മുടേത് ഒരു 4 days ട്രിപ്പാണ്, ഡണ്ടേലി ആൻഡ് ഗോവ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലേറ്റാണ്. നമുക്കിപ്പോൾ ഇറങ്ങിയാൽ നമുക്ക് ട്രെയിനിൽ എത്തേണ്ട സമയത്ത് സൗത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയാണ്. വെൽക്കം ടു ഗോവ ട്രിപ്പ്. ഇത് രണ്ടും എൻ്റെ ബാഗ്. അലീന ഹായ് പറ. യാത്രയെ പറ്റി 8 മണി യാത്രയെ പറ്റി പറയണ തുടങ്ങുന്നേ ഉള്ളൂ. എടത് കൈ മാറ്റുന്നോണ്ട് പറഞ്ഞ ഇങ്ങനെ പിടിച്ചോണ്ട്. കാസർഗോഡ്. കണ്ണൂർ കഴിഞ്ഞില്ലേ? ചുവന്ന ചിമ്പാൻസി എന്താ ഏത് പേരെടുക്കുന്നത്?
ഹലോ, അപ്പോ നമ്മളിപ്പോ ലണ്ടനിൽ എത്തിയിട്ടുണ്ട്. ടൂറിന്റെ ഡേ 2 ആണ്. നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വാട്ടർ നമ്മുടെ ഡ്രസ് ചെറിയ ബാഗ് വ്യൂ ചെറിയ ബാഗില്ലേ ഇവിടെ എല്ലാരും നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ. അതാണ് നമ്മുടെ മുറി. ക്യാരംസ് കളിക്കാം. എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ വേറെ വേറെ മുറി. ആ കഴിവില്ലാത്ത കുറച്ച് അവിടെ. ഇത് ഞങ്ങളുടെ അച്ഛൻ, അത് വല്യച്ഛൻ, ഇത് വല്യച്ഛൻ, അത് കൊച്ചച്ഛൻ. വല്ലതും നടക്കുവോ? കൊള്ളിക്കാനാ നിന്റെ തലേ ഞാൻ കൊണ്ടുണ്ടാകും. നമ്മളങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലെത്തി. അത്യാവശ്യം എല്ലാ വാട്ടർ ആക്ടിവിറ്റീസിലും കയറാറുണ്ട്. പിന്നെ വെള്ളത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എന്തെങ്കിലും വീഡിയോസ് കിട്ടിയാൽ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചു, ഡ്രസ്സ് മാറി കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് പുള്ളി ഒരു 1000 വാനവില്ല നീ പൂവിനും കാത്തുതടി അട സട്ടില് നീ മറച്ചാ யாரென்ன செய்து பிள்ளை கண்களேதோ தேடல் களவாடல் நெஞ்சம் தானே பாடல் படந்தோடல் വാട്ടർഫോൾ കാണാൻ നമ്മൾ നേച്ചർ വോക്കിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിൽ വന്നത്. മുതല എവിടെ? ഐ വാണ്ട് ടു സീ മുതല. അയ്യോ ചേട്ടാ, തല കുനിച്ചു വെക്കോ.
നമ്മൾ നേച്ചർ വോക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. ഇനി നമുക്ക് ഗോവയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഇനി നമുക്ക് റെഡി ആവണം. അപ്പോൾ റെഡി. രാവിലത്തെ നേച്ചർ വോക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചു, ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ റെഡിയാവാൻ പോവാം. കുഴപ്പമില്ലാത്തൊരു നല്ല സ്ഥലമായിരുന്നു. റെഡിയായിട്ട് കാണാം. അങ്ങനെ നമ്മൾ റെഡിയായി ഗോവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. സാധനമൊക്കെ പാക്ക് ചെയ്ത് ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് എൻ്റെ ലീവ് സൈനുള്ള മല. ഇതായിരുന്നു ഡണ്ടീലിൽ ഞങ്ങൾ താമസിച്ച മുറി. നിങ്ങൾക്ക് പുറത്തെ വ്യൂ കാണിച്ചാൽ. ഹായ് ഫർഹാൻ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗോവയിൽ റൂമിൽ തിരിക്കുകയാണ്. ഗോവയിലുള്ള റൂമിലാണ്. റൂമിൽ നല്ല അങ്ങനെ നമ്മൾ ഡണ്ടീലിൽ നിന്ന് ഗോവയിലെത്തി. ഒരു സമയം 4:30 ഒക്കെ ആയിട്ടുണ്ട്. ഇന്ന് മൊത്തം നമ്മൾ ഗോവയിലായിരിക്കും. നാളെ ഉച്ച വരെ വൈകുന്നേരം വരെ ഗോവയിലായിരിക്കും. അങ്ങനെ അവിടെ നമ്മൾ നേരെ മാംഗ്ലൂർക്ക് പോകും. ഞങ്ങൾ റൂമിലാണ്. ആൻഡ് ഒരു കുറച്ച് പേര് സെറ്റിൽ ആവാനുണ്ട്. അതെല്ലാം സെറ്റിൽ കഴിയുമ്പോൾ നമ്മൾ നേരെ ഏതോ അടുത്തുള്ള ഫോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് അധികം സ്ഥലങ്ങൾ മിസ്സായി എന്ന് തോന്നുന്നു. ഇനി നമ്മളതൊക്കെ നാളെ രാവിലേക്ക് പോകുന്നത്. സോ ഗവൺമെൻറ് വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ. ഇതിന് സാധനമൊക്കെ ഇരിക്കുന്നുണ്ട്, അതാണ് എടുക്കാൻ പറ്റാത്തത്. ഇതൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തപ്പെട്ടായിരുന്നു. എക്സ്പീരിയൻസ് വരാം. സാരമില്ല, എനിക്കത് മതി. പറ. നമ്മളിപ്പോ ഈ ബീച്ചിന്റെ നമ്മളിപ്പോ അഗോഡ ബീച്ചിന്റെ അവിടെ പുറകിലാണ്. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത ബീച്ചിൽ ഇവിടെ പോയപ്പോ ഡ്രസ് പിന്നെ കുറച്ച് തലമാറ്റം കാണുന്നു.
ലാസ്റ്റ് ഡേ ആൻഡ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോവാം. വിട്ടോ പോകണ്ട് അയ്യോ